ചരിത്രത്താളുകളിൽ ചോരയും കണ്ണീരും പുരണ്ട മഹാപോരാട്ടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ശക്തരായ വലിയ സാമ്രാജ്യത്തെ ഒരു ചെറിയ നാട്ടുരാജ്യത്തിന്റെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തി അവരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ സ്വന്തം നിശ്ചയദാർഢ്യം കൊണ്ട് പ്രതിരോധം തീർത്ത ഒരു സ്ത്രീയുടെ കഥയോളം വരില്ല മറ്റൊന്നും. ഭാരതത്തിലെ വലിയ വലിയ നാട്ടുരാജാക്കന്മാർ പോലും ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്യാനും അവരുടെ നിബന്ധനകൾക്ക് മുന്നിൽ തലകുനിക്കാനും മത്സരിച്ച ഒരു കാലമായിരുന്നു അത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പടക്കോപ്പുകൾക്ക് മുന്നിൽ വമ്പൻ സാമ്രാജ്യങ്ങൾ ഒന്നൊന്നായി തോറ്റു വീണപ്പോൾ കർണാടകയിലെ ഒരു ചെറിയ നാട്ടുരാജ്യത്ത് നിന്ന് ഒരു സിംഹഗർജനം ഉയർന്നു. ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടേതാണ്, അവിടെ അന്യന്റെ കൊടി ഉയരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ച ധീര വനിത കിത്തൂരിന്റെ റാണി ചെന്നമ്മ. ഝാൻസി റാണി ലക്ഷ്മിഭായിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഝാൻസി റാണി ജനിക്കുന്നതിനും അരനൂറ്റാണ്ട് മുൻപ് ഭാരത മണ്ണിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സായുധ പോരാട്ടം നയിച്ച ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ചെന്നമ്മ. ധീരതയുടെയും ഭരണ നൈപുണ്യത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും പ്രതീകമായി മാറിയ ആ ചരിത്ര ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1778 ഒക്ടോബർ 23 കർണാടകയിലെ ബെലഗാവിക്കടുത്തുള്ള കഗാതി എന്ന ഗ്രാമത്തിൽ ചെന്നമ്മ ജനിക്കുന്നത്. ദേശായി കുടുംബത്തിലെ മകളായി പിറന്ന ചെന്നമ്മ ചെറുപ്പത്തിൽ തന്നെ വേറിട്ട വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. കൊട്ടാരത്തിലെ പട്ടുനൂൽ മെത്തകളിൽ സുഖിച്ചു ജീവിക്കാനല്ല അവർ പഠിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ചെന്നമ്മയുടെ വളർച്ച. കുതിരസവാരിയിലും വാൾപ്പയറ്റിലും അമ്പെയ്ത്തിലും അവർ അപാരമായ പ്രാവീണ്യം നേടി. കാടുകളിൽ നായാട്ടിന് പോകുന്നതിലും ആയോധന കലകൾ അഭ്യസിക്കുന്നതിലുമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിക്ക് താല്പര്യം. യുദ്ധതന്ത്രങ്ങളും ഭരണകാര്യങ്ങളും ചെറുപ്പത്തിലെ അവർ സ്വായത്തമാക്കി. പ്രായപൂർത്തിയായപ്പോൾ കിത്തൂരിലെ ഭരണാധികാരിയായ മല്ലസർജ രാജാവുമായുള്ള വിവാഹം നടന്നു. അതോടെ ചെന്നമ്മ കിത്തൂരിന്റെ റാണിയായി മാറി. ഭർത്താവിനൊപ്പം രാജ്യഭരണത്തിൽ പങ്കാളിയായ റാണി ജനങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായി മാറി. ജനങ്ങളുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും നേരിട്ടറിഞ്ഞ് പരിഹരിക്കാൻ അവർ മുന്നിട്ടിറങ്ങി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 1816 മല്ലസർജ രാജാവിന്റെ മരണം കിത്തൂരിനെ വലിയൊരു ആഘാതത്തിലാഴ്ത്തി. തുടർന്ന് രാജ്യത്തിന്റെ ഭരണം റാണിയുടെ ചുമതലയിലായി. അതിനിടയിൽ അവർക്ക് മറ്റൊരു വലിയ ദുരന്തം കൂടി നേരിടേണ്ടി വന്നു. അവരുടെ ഏക മകനും അകാലത്തിൽ മരണപ്പെട്ടു. രാജ്യത്തിന് ഒരു അനന്തരാവകാശി ഇല്ലാതെ വന്നതോടെ കിത്തൂരിന്റെ ഭാവി അപകടത്തിലായി. ശത്രുക്കൾ കണ്ണുവെച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് റാണിയുടെ വലിയൊരു ഉത്തരവാദിത്തമായി മാറി. ഈ ഘട്ടത്തിലാണ് അവർ ശിവലിംഗപ്പ എന്ന കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നത്. കിത്തൂരിന്റെ സിംഹാസനത്തിന് ഒരു അവകാശിയെ കണ്ടെത്തുക എന്നതായിരുന്നു റാണിയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യയെ മുഴുവൻ തങ്ങളുടെ വിരൽത്തുമ്പിൽ ഒതുക്കാൻ തക്കം പാർത്തിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു പിന്നീട് ഔദ്യോഗികമായി നടപ്പിലാക്കിയ ക്രൂരമായ ആ തത്വം, അതായത് ദത്തവകാശ നിരോധന നിയമം, കിത്തൂരിൽ ആദ്യമായി പ്രയോഗിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തുനിഞ്ഞു. സ്വന്തമായി ആൺമക്കളില്ലാത്ത നാട്ടുരാജാക്കന്മാർ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് രാജ്യാവകാശം ഉണ്ടായിരിക്കില്ലെന്നും ആ രാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുമെന്നുമായിരുന്നു ആ നിയമത്തിന്റെ കാതൽ. ഈ നിയമത്തിന്റെ നിഴൽ കിത്തൂരിനു മേലും വീണു. ബ്രിട്ടീഷുകാർ കിത്തൂരിലേക്ക് സന്ദേശം അയച്ചു. ശിവലിംഗപ്പയെ രാജാവായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും കിത്തൂരിന്റെ ഭരണവും ഭണ്ഡാരവും ബ്രിട്ടീഷ് കമ്പനിക്ക് കൈമാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. ധാർവാഡിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ താക്കറെ കിത്തൂരിന്റെ കപ്പവും ഭരണവും പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. കിത്തൂരിലെ കൊട്ടാരം വക സ്വത്തുക്കളും ഭരണ ചുമതലയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരീക്ഷണത്തിലായി. മറ്റു പല രാജാക്കന്മാരെയും പോലെ കപ്പമടച്ച് ബ്രിട്ടീഷുകാരുടെ അടിമയായി ജീവിക്കാൻ റാണി ചെന്നമ്മ തയ്യാറായിരുന്നില്ല. എന്റെ രാജ്യത്തിന്റെ ഒരു ഇഞ്ച് മണ്ണ് പോലും അന്യന് വിട്ടുകൊടുക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് കമ്പനിയുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ അവർ കൂട്ടാക്കിയതേയില്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അന്ത്യശാസനത്തെ അവർ കാറ്റിൽ പറത്തി. പ്രജകളെയും സൈന്യത്തെയും വെളുപ്പിച്ച് റാണിയും അവരുടെ വിശ്വസ്തരും ആലോചന നടത്തി. ബ്രിട്ടീഷുകാരുടെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകാൻ തന്നെ റാണി തീരുമാനിച്ചു. അതോടെ കിത്തൂരിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. 1824 ഒക്ടോബറിൽ ആ ചരിത്ര പ്രസിദ്ധമായ പോരാട്ടം ആരംഭിച്ചു. സുസജ്ജമായ ആയുധങ്ങളുമായി 200ഓളം വരുന്ന ബ്രിട്ടീഷ് പട കിത്തൂർ കോട്ട ലക്ഷ്യമാക്കി കുതിച്ചെത്തി. പീരങ്കികളും തോക്കുകളുമായി വൻ സൈന്യമാണ് കോട്ട വളഞ്ഞത്. പക്ഷെ അവർ പ്രതീക്ഷിച്ചത് ഒരു തകർന്ന രാജ്യത്തെയും ഭയന്നോടുന്ന ഒരു റാണിയെയുമായിരുന്നു. എന്നാൽ കോട്ടവാതിൽ തുറന്ന് പുറത്തു വന്നത് രൗദ്രഭാവം പൂണ്ട ഒരു സിംഹമായിരുന്നു. വെളുത്ത കുതിരപ്പുറത്ത് കയ്യിൽ മിന്നുന്ന വാളേന്തി പടയാളികളുടെ മുന്നിൽ നിന്ന് പോരാടുന്ന റാണി ചെന്നമ്മയെ കണ്ട ബ്രിട്ടീഷ് പട ഞെട്ടിപ്പോയി. റാണിയുടെ വാക്കുകൾ കേട്ട് കിത്തൂരിലെ ഓരോ പടയാളിയും മരണത്തെ ഭയക്കാതെ യുദ്ധക്കളത്തിൽ ഇറങ്ങി. പോരാട്ടം കടുത്തു. റാണിയുടെ സൈന്യത്തിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് മുന്നിൽ
ബ്രിട്ടീഷ് പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ധീരനായ തണ്ടൂർ മല്ലപ്പ എന്ന റാണിയുടെ പടത്തലവന്റെ വെടിയേറ്റ് ബ്രിട്ടീഷ് കളക്ടറും ഏജന്റുമായ ജോൺ താക്കറെ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ മണ്ണിൽ ഒരു ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത് ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ വലിയൊരു നാണക്കേടായിരുന്നു. താക്കറയുടെ മരണത്തോടെ ബ്രിട്ടീഷ് പട ചിതറിയോടി. സൈന്യത്തിന്റെ ആത്മവീര്യം പൂർണ്ണമായും തകർന്നു. ബ്രിട്ടീഷ് ഓഫീസർമാരായ വാൾട്ടർ എലിയറ്റും സ്റ്റീവൻസണും റാണിയുടെ പടയാളികളുടെ തടവുകാരായി പിടിക്കപ്പെട്ടു. ഒരു ചെറിയ നാട്ടുരാജ്യത്തിന്റെ മുന്നിൽ പ്രബലരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിയറവ് പറഞ്ഞു. ആദ്യ പോരാട്ടത്തിൽ കിത്തൂരിന്റെ കൊടി വാനോളം ഉയർന്നു പറന്നു. തടവിലാക്കപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസർമാരോട് റാണി കാണിച്ച ഉദാരത ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ തടവുകാരെ മാനുഷികമായി പരിചരിച്ചു. ബ്രിട്ടീഷ് സൈന്യാധിപന്മാർ റാണിയോട് മാപ്പപേക്ഷിച്ചു. ഇനി കിത്തൂരിന് നേരെ ഒരു ആക്രമണവും ഉണ്ടാകില്ലെന്നും യുദ്ധം അവസാനിപ്പിക്കാമെന്നും അവർ ഉറപ്പു നൽകി. കമ്പനി ഇനി കിത്തൂരിന്റെ കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് അവർ വാഗ്ദാനം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ വാക്ക് വിശ്വസിച്ച റാണി തടവിലായിരുന്ന 2 ഓഫീസർമാരെയും സുരക്ഷിതരായി വിട്ടയച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ വഞ്ചകരാണല്ലോ. സ്വന്തം പരാജയത്തിന്റെ നാണക്കേട് മറയ്ക്കാൻ അവർ കൂടുതൽ വലിയൊരു തന്ത്രം മെനഞ്ഞു. ആ വാഗ്ദാനങ്ങളെല്ലാം വെറും പുകമറയായിരുന്നു. സമാധാന കരാറുകൾ വെറും കടലാസു തുണ്ടുകളായി മാറി. തടവുകാരെ മോചിപ്പിച്ചതിന് പിന്നാലെ ബ്രിട്ടീഷുകാർ വാക്കുമാറ്റി. ബോംബെയിൽ നിന്നും മൈസൂരിൽ നിന്നും ഒരു വൻ പടയെ അവർ കിത്തൂരിലേക്ക് അയച്ചു. ഷോലാപൂരിൽ നിന്നും മെഡ്രാസിൽ നിന്നും കൂടുതൽ സൈനികർ വന്നു ചേർന്നു. വൻതോതിലുള്ള പീരങ്കികളും ആധുനിക തോക്കുകളുമായാണ് അവർ ഇത്തവണ വന്നത്. ചെന്നമ്മയെയും കിത്തൂരിനെയും നിശേഷം തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായെങ്കിലും റാണി ചെന്നമ്മ അല്പം പോലും ഭയന്നില്ല. 1824 ഡിസംബറിൽ 2ാമത്തെ യുദ്ധം ആരംഭിച്ചു. അതിശക്തമായ പീരങ്കി ആക്രമണമാണ് ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ടത്. ദിവസങ്ങളോളം കിത്തൂർ കോട്ടയ്ക്കുള്ളിൽ നിന്ന് റാണിയും സൈന്യവും ബ്രിട്ടീഷുകാരോട് പൊരുതി. ക്രാന്തിവീര രായണ്ണ എന്ന ധീരനായ പടത്തലവൻ റാണിക്കൊപ്പം ഉറച്ചു നിന്നു. രായണ്ണയുടെ ഗറില്ല ആക്രമണങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തെ വലച്ചു. പക്ഷേ ഇത്തവണ ശത്രുക്കളുടെ എണ്ണവും ആയുധബലവും വളരെ കൂടുതലായിരുന്നു. കൂടാതെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചില രാജ്യദ്രോഹികളുടെ ചതിയും റാണിയുടെ തിരിച്ചടിയായി മാറി. വെടിമരുന്നിൽ കല്ലും മണ്ണും കലർത്തി ചില കറുത്ത കരങ്ങൾ റാണിയെ ചതിച്ചു. കോട്ടയുടെ രഹസ്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ചോർത്തി നൽകപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെയും പൊരുതിയെങ്കിലും ചതിയുടെ ഫലമായി 1824 ഡിസംബർ 5 റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുടെ തടവുകാരിയായി പിടിക്കപ്പെട്ടു. കിത്തൂർ കോട്ട ബ്രിട്ടീഷുകാർ തകർത്ത് കളഞ്ഞു. കൊട്ടാരത്തിലെ വിലമതിക്കാനാവാത്ത നിധികളും ആഭരണങ്ങളും കമ്പനി പിടിച്ചെടുത്തു. കിത്തൂർ എന്ന സ്വതന്ത്ര രാജ്യം ഇല്ലാതായി. തടവിലാക്കപ്പെട്ട റാണിയെ ബൈൽഹോങ്കൽ കോട്ടയിലെ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി. സ്വന്തം രാജ്യത്തിന്റെ തകർച്ചയും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതും റാണിയെ മാനസികമായി തളർത്തി. പ്രജകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർ തടവറയ്ക്കുള്ളിൽ കിടന്നറിഞ്ഞു. എങ്കിലും ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അവർ ഒരിക്കലും തലകുനിച്ചില്ല. ആത്മാഭിമാനം പണയം വെക്കാൻ അവർ തയ്യാറായിരുന്നുമില്ല. തടവറയിലായിരുന്നപ്പോഴും റാണി വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചും ധ്യാനിച്ചും സമയം ചെലവഴിച്ചു. റാണിയുടെ അഭാവത്തിലും ക്രാന്തിവീര രായണ്ണ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. 5 വർഷത്തോളം തടവറയിൽ കഴിഞ്ഞ ശേഷം 1829 ഫെബ്രുവരി 21 ആ ധീരവനിത അന്ത്യശ്വാസം വലിച്ചു. തടവറയുടെ ഇരുണ്ട ഭിത്തികൾക്കുള്ളിൽ വെച്ചാണ് ആ ജീവൻ പൊലിഞ്ഞത്. കിത്തൂരിന്റെ മണ്ണിൽ സ്വന്തം ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ആ വീരനായിക ചരിത്രത്തിന്റെ അമരത്വത്തിലേക്ക് നടന്നു കയറി. ഇന്ന് റാണി ചെന്നമ്മ നമ്മുടെ ഓർമ്മകളിൽ ഒരു ഐതിഹ്യമായി ജീവിക്കുന്നു. കർണാടകയിൽ ഇന്നും റാണിയുടെ വീരഗാഥകൾ നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ലാവണി എന്ന നാടൻ പാട്ടുകളിൽ ചെന്നമ്മയുടെ ധീരത ഇന്നും ആളുകൾ പാടി പുകഴ്ത്തുന്നു. ഒക്ടോബർ 22 മുതൽ 24 വരെ കിത്തൂരിൽ നടക്കുന്ന കിത്തൂർ ഉത്സവ് റാണിയുടെ ആ മഹത്തായ വിജയത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. ആ ദിവസങ്ങളിൽ കിത്തൂർ കോട്ടയും പരിസരവും വലിയ ആഘോഷങ്ങൾക്ക് വേദിയാകുന്നു. ഭാരത സർക്കാർ റാണിയുടെ ഓർമ്മയ്ക്കായി ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിൽ അവരുടെ വെങ്കല പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി. 2007 അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കൂടാതെ ഇന്ത്യൻ റെയിൽവേയുടെ ബംഗളൂരു മിറാജ് എക്സ്പ്രസ് റാണി ചെന്നമ്മ എക്സ്പ്രസ് എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പലിനും റാണിയുടെ പേര് നൽകിയിട്ടുണ്ട്. സ്വന്തം സാമ്രാജ്യവും ജീവനും നിലനിർത്താൻ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ മുട്ടുകുത്തിയ അനേകം ആൺ നാട്ടുരാജാക്കന്മാർ ജീവിച്ചിരുന്ന ഒരു കാലത്താണ് ഒരു സ്ത്രീ ആയിരുന്നിട്ടും ചെന്നമ്മ വാളെടുത്ത് പോരാടിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഇളക്കിയ ആ ധീരത വരാനിരിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യ സമര തീപ്പൊരിയുടെ ആദ്യത്തെ സ്പാർക്ക് ആയിരുന്നു. 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിനും എത്രയോ മുൻപാണ് ഒരു സ്ത്രീ ഭാരത മണ്ണിൽ വൻ ശക്തിയോട് പോരാടി വിജയം നേടിയത്. ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ്. സ്വാതന്ത്ര്യത്തിന്റെ മധുരം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനായി ആദ്യമായി രക്തം ചിന്തിയ
കിത്തൂർ റാണി ചെന്നമ്മ എന്ന ഈ ധീരവനിതയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. തലമുറകൾക്ക് ആവേശം പകരുന്ന ഒന്നാണ് അവരുടെ ജീവിതം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആ പേര് എന്നും ഒരു സുവർണ നക്ഷത്രം പോലെ ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.